അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 7 മലയാളം അങ്ങനെ അവസാനിക്കാറായിരിക്കുന്നു. ഇനി നമുക്ക് 2-3 ദിവസമേ ഉള്ളൂ. എത്രയും 3 ദിവസം. ഞായറാഴ്ച ഫിനാലെയാണ്. ഇന്ന് 97ാമത്തെ ദിവസമാണ്. നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷൻ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു 100 ദിവസം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാം എന്ന് ആഗ്രഹിച്ചത്. ബിക്കോസ് എനിക്ക് ബിഗ് ബോസ് പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രസന്റ്ലി സിറ്റുവേഷൻ ഇല്ല കേട്ടോ. കാരണം എല്ലാവരും നമ്മളിപ്പോൾ പോയിട്ടൊരു കാര്യമില്ല. നമ്മളത് എത്ര ജെനുവിനായിട്ട് കളിച്ചാലും പുറത്ത് കാശുള്ളവർക്ക് PR ടീം അല്ലെങ്കിൽ അങ്ങനെ PR കൊടുത്തിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആൾക്കാരൊക്കെ വോട്ട് വാങ്ങിക്കാമെങ്കിൽ പിന്നെ നമ്മളൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മളൊക്കെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഔട്ടായി പുറത്ത് വരും. അതിലും ഭേദം നമുക്ക് വീട്ടിലെങ്ങാണ് ഇരിക്കുന്നത്. നാണം കിട്ടി നാറി നമ്മൾ പുറത്ത് വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ 1% മാത്രമേ ഉള്ളൂ. മറ്റൊന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബിഗ് ബോസിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വർഷമായിട്ട് ഇങ്ങനെ ബിഗ് ബോസ് പോകണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ആഗ്രഹമൊക്കെ ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 100 ദിവസം ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി മാറ്റി വെച്ച ഈ 100 ദിവസത്തെ ഒരു ജേർണി നോക്കിയാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. നിങ്ങൾ എത്ര പേര് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സീസൺ. ഉള്ളത് പറയാലോ. സീസൺ അവർ നല്ലതാണെന്ന് നോക്കുക. അവർ ചിലപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ക്രിയേറ്റേഴ്സ് പറയുമായിരിക്കാം. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗ്രഡ്ജും ജലസിയുടെയും ഒരു സീസൺ ആയിരുന്നു ഇത് കൂടുതൽ. കാരണം എല്ലാ ആൾക്കാരും തമ്മിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിരോധവും വഴക്കും സ്നേഹവും പ്രണയവും അതുപോലെ തന്നെ എല്ലാം വരും. ഇമോഷൻസ് എല്ലാം അവിടെ ഉണ്ടാവും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ ഭാഗമായിട്ടും പിന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഫേക്കായിട്ട് പല ആൾക്കാരും കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. അതിൽ പ്രധാനമായിട്ട് അനുമോൾ തന്നെയാണ് കേട്ടോ. കാരണം അനുമോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇവർ എപ്പോഴും 24 hours അവർ ഗെയിം എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ അവർ ലൈവിൽ ഇരുന്ന് പറയുന്നത് നമ്മൾ കേൾക്കണതും ഗെയിം ഞാൻ ഗെയിം കളിക്കാൻ വന്നതാണ്. നമ്മൾ പ്രേക്ഷകർ ഒരിക്കലും ഗെയിം സ്ട്രാറ്റജി കണ്ടന്റ് പേയ്മെന്റ് വാങ്ങിച്ചിട്ട് ഞാൻ ഗെയിം കളിക്കുകയാണ് കണ്ടന്റ് എന്ന് പറയാൻ ആഗ്രഹം അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ കേൾക്കണ ഇഷ്ടമല്ല. കാരണം ഞാൻ ബിഗ് ബോസ് സീസൺ 1 തൊട്ട് കാണുന്ന ഒരാളാണ്. ഇടയ്ക്കൊക്കെ കാണും. അങ്ങനെ ഫുള്ളിയിലിരുന്ന് കാണത്തില്ല. അത്യാവശ്യത്തിൽ കുറച്ചൊക്കെ കാണും. എപ്പിസോഡ്സൊക്കെ വല്ലപ്പോഴൊക്കെ കാണുമായിരുന്നു. അപ്പോൾ പക്ഷേ സീസൺ 4 ഞാൻ ഡോക്ടറെ പുറത്താക്കുന്നത് വരെ ഞാൻ കണ്ടു കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ ജാസ്മിൻ ജാഫറിൻ്റെ ആ ഒരു സീസൺ കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണാണ് ഞാൻ കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അഖിൽ മാരാരുടെ സീസൺ ഇടയ്ക്ക് ഇത്രയും അത് അവിടെയും ഇതൊക്കെ എനിക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത കുറേ സംഗതികൾ വന്നപ്പോൾ ഞാൻ അത് അവിടെയും വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ നല്ലതായിരുന്നെന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേഴ്സണൽ ഗ്രഡ്ജും പേഴ്സണൽ കാര്യങ്ങളും ഒക്കെയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ തുടക്കകാലങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുമോളെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അനുമോളുടെ അന്തം ഫാൻ എന്ന് തന്നെ പറയാം. പക്ഷേ അനുമോളെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഭയങ്കര വിഷമമാണ്. അയ്യോ അനുമോള് എനിക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്ക് എല്ലാം ഭയങ്കര വിഷമമാണ്. അപ്പം ഞങ്ങൾ ഫാമിലി തന്നെ ഭയങ്കര വിഷമമാണ്. ഒന്നാമത്തെ കാര്യം അനുമോള് ട്രിവാൻഡ്രത്തുകാരിയാണ്, നമ്മളും ട്രിവാൻഡ്രത്താണ്. അനുമോള് ഒരുപാട് ഉള്ളിലേക്കാണെങ്കിൽ പോലും നമ്മളെ വട്ടിയൂർക്കാവണം. അനുമോള് പിന്നെ ചേച്ചിക്കാണല്ലോ ഇവിടെ ചേച്ചിയുടെ വീടെന്നല്ലേ പറയുന്നത്. അതിലെ കടം ഇപ്പം അതിൻ്റെ കോൺട്രവേഴ്സി ആണല്ലോ വരുന്നത്. ലോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ്. ചേച്ചിക്കല്ലേ വീട് വെച്ച് കൊടുത്താൽ? ചേച്ചിക്ക് ഗവൺമെൻറ് ജോലിക്കാരിയാണ്. ചേച്ചിക്ക് ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുത്തതിന് അനുമോൾ എന്തിനാണ് കടം തീർക്കാൻ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അവർക്ക് വീട് വേണമെങ്കിൽ അവർക്കറിയില്ല ഉണ്ടാക്കാൻ. പിന്നെ അതെനിക്ക് ഭയങ്കര ലക്ഷറി വീടാണ് വെച്ചിരിക്കുന്നത്. എല്ലാ ആൾക്കാരും എല്ലാ മനുഷ്യരും എനിക്കാണെങ്കിൽ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുമാനം മര്യാദയ്ക്കൊന്നുമില്ല. പ്രൊഫഷനൊക്കെ ഉണ്ട്. നമ്മൾ ഡെഡിക്കേഷനാണ് പ്രൊഫഷൻ. ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടല്ല നമ്മൾ വക്കീൽ പണി ചെയ്യുന്നത്. പാവപ്പെട്ട ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടാണ് വക്കീലായത്. 11 വർഷമായി. ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇൻകം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ലോണാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്വന്തം. നമുക്കൊരു വീട് ആണെങ്കിൽ ലോൺ എടുക്കുക. നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ കുഞ്ഞിനെ ഓനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിനും ലോൺ എടുക്കുകയാണ്. മുന്നോട്ട് പോകാനായിട്ട് എല്ലാം ഫുള്ള് ലോണാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം ലോൺ എടുത്താണ്. പിന്നെ നമുക്ക് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടപ്പോൾ അത് ലോൺ എടുത്തു. അങ്ങനെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ മാറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലോൺ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമുക്ക് ഇൻകം വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള EMI അടച്ചടച്ച് പോകുന്നതുകൊണ്ട് നമുക്കത് പ്രോബ്ലം ഇല്ല. നമ്മളെല്ലാ മനുഷ്യരും ഇപ്പോൾ അംബാനി തന്നെ എത്രയോ ലോൺ എടുത്തിരിക്കുന്നു. ലോൺ എടുത്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇൻകം ടാക്സ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ലോൺ എന്ന് പറയുന്ന ഒരു സംഭവം പറയാതിരിക്കുക. അതായത് ഞാൻ ആൾക്കാരുടെ മുന്നിൽ ഭയങ്കര സിമ്പത്തറ്റിക് ആയിട്ട് എനിക്ക് പിന്നെ വീട് വെച്ചതിന് 30 ലക്ഷം രൂപ കടമുണ്ട്. അതിന് 16 ലക്ഷം രൂപയുടെ കാർ എടുത്തപ്പോൾ 9 ലക്ഷം കൊടുത്തോളൂ. അതിൻ്റെ ബാലൻസ് കടമുണ്ട്. പിന്നെ എനിക്ക് അച്ഛന് മുട്ടിൻ്റെ സർജറി ചെയ്യണം. എനിക്ക് പിന്നെ യൂട്രസിനെങ്ങാണെന്ന് തോന്നുന്നു സിസ്റ്റ് ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ എനിക്ക് മൂക്കിൻ്റെ പാലം ഒടിഞ്ഞു പോയി, അപ്പോൾ അതിന് ചെയ്യണം. ഇപ്പോൾ 11 വർഷമായിട്ട് ഇൻഡസ്ട്രി വന്നെന്നും പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ അത് ചെയ്യണം? ഒരു പ്രാവശ്യമാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഒരു കാര്യം, നമ്മുടെ ഒരു ജീവിത പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് ഇത് എപ്പോഴും നാഴികയ്ക്ക് 40 തൊട്ട് എനിക്കിതുണ്ട്, എനിക്ക് പാരാദൂരം, അങ്ങനെ ഒരു ഭയങ്കര ഒരു ദാരിദ്ര്യം പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും എനിക്ക് ചിന്തിച്ചില്ല അനിമോൾ ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് വോട്ട് വാങ്ങിക്കുന്നത്. കാരണം അനിമോൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അനിമോൾ പറഞ്ഞ കാര്യം, അനിമോൾ PR ആണ്. അനിമോൾ അംഗീകരിക്കുകയാണ് എനിക്ക് PR ഉണ്ട്. PR എന്താണെന്നുള്ളത് നമ്മൾ പുറത്തിവിടെ സോഷ്യൽ മീഡിയ ഫുള്ള് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാശ് കൊടുത്തിട്ട് കാശ് കൊടുത്താണ് PR വെക്കുന്നത്. ഞാനപ്പം വിചാരിച്ച പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം നമ്മൾ തന്നെ ബിഗ് ബോസ് ഷോ നമുക്കൊരു റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ബിഗ് ബോസ് ഷോ കാണാൻ തുടങ്ങി. അപ്പോൾ ബിഗ് ബോസ് ഷോ കാണാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റിന്റെ ഫോട്ടോസ് എടുത്തോ അല്ലെങ്കിൽ പിക്സ് എടുത്തു വെച്ചോ അവരുടെ ഏറ്റവും നല്ലൊരു മൊമെന്റ്സ് എടുത്തു വെച്ച് നമ്മൾ കുറച്ച് റീൽസ് ചെയ്യും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അത് ഓക്കെ, അതാണ് ഞാൻ അതിൻ്റെ ഒരു വലിയൊരു വേർഷനാണ് PR എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മന്ദബുദ്ധിയാണ് കേട്ടോ. ആവശ്യമുള്ള കാര്യത്തിന് എനിക്ക് വിവരമില്ല, ഉള്ളത് ഞാൻ പറയാമല്ലോ. പക്ഷേ സത്യം ഇപ്പോൾ അറിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പൈസ, ഈ PR എന്ന് പറയുന്നത് അവരൊരു ഫോം ഓഫ് പേഴ്സൺസ്, പീപ്പിൾസിനെ ഉണ്ടാക്കി ഒരു ഫോം ചെയ്ത് കുറേ ആൾക്കാരെ പീപ്പിൾസിനെ കൂട്ടമായിട്ട് ഗ്രൂപ്പിൽ ചേർത്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് ക്യാഷ് കൊടുത്തിട്ട് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ 100 പേരല്ല 500 പേരുണ്ടെങ്കിൽ 500 വോട്ടാണ്, അപ്പോൾ അവർക്ക് ഇത്ര രൂപ, അങ്ങനെ രീതിയിൽ. പിന്നെ അങ്ങനെ ഒരു എന്താ പറയുക, എനിക്കത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു ഭാഷ ദേഷ്യം വരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പം നമ്മൾ ഈ മന്ദബുദ്ധികളാണ് ഇവിടെ ഇരുന്ന് ഈ ഹോട്ട്സ്റ്റാറിൽ ചാർജ് ചെയ്തിട്ട് നമ്മൾ ഈ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾ മന്ദബുദ്ധികളാണോ അല്ല ഞാൻ ആലോചിക്കുമോ? അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഷോയോട് തന്നെ ഒരു വെറുപ്പാണ് തോന്നിയത്. ഈ ബിഗ് ബോസ് ഷോയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ആ ഒരു ഹൗസിനുള്ളിൽ ഇരുന്നിട്ട് PR എന്ന് പറയുന്നതും PRന്റെ 15 ലക്ഷം 16 ലക്ഷം എന്നിട്ട് പുള്ളി കൊടുത്തു എന്ന് പറയുന്നത്. ഞാൻ കാശ് ഇത്രയും കൊടുത്തില്ല, പക്ഷെ PR കൊടുത്തിട്ടാണ് വന്നത്. ഈ ബിഗ് ബോസ് ഷോയിൽ ആദ്യത്തെ ദിവസം തന്നെ അനിമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കയറി വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ ഉള്ള ഒരു മുഖത്തിന്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം എന്നെ നോക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ ഞാനിവിടെ പറയുന്ന ഞാനൊരു ഹിന്റ് കൊടുത്താൽ മതി, അതനുസരിച്ച് ആൾക്കാർ പുറത്തേക്ക് പോവുകയാണ്, അവരെ ഔട്ടാക്കി കളയുവാണ്. അപ്പോൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം എൻ്റെ PR-ന്റെ ബലം അത്രയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യവും മില്യൺ ആയിട്ടുള്ള എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ വന്നിട്ട് പോലും, ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് തോറ്റുപോയത്, നെഗറ്റീവായിട്ട് പുറത്തിറങ്ങി പോയിട്ടുണ്ട്. നമ്മുടെ ജാസ്മിൻ ജാഫറിന് എത്ര ആൾക്കാരുണ്ടായിരുന്നു, എത്ര യൂട്യൂബിലൊക്കെ എത്ര ഫോളോവേഴ്സ് ആയിരുന്നു. അവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഭയങ്കര അങ്ങറ്റം നിൽക്കുമ്പോഴാണ് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അവിടെ വീഡിയോസ് കാണാനായിട്ട് ഇങ്ങനെ 10,000 ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സമയത്താണ് അവൾ അതിനകത്തേക്ക് പോയത്. നെഗറ്റീവായിട്ടല്ലേ പുറത്തിറങ്ങി. ഇത്ര ഫോളോവേഴ്സ് ഉണ്ടായിട്ട് എന്ത് ചെയ്യാനുള്ള ഫോളോവേഴ്സ് എല്ലാം നോട്ട് ചെയ്താൽ. അപ്പോൾ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് PR-ന്റെ ബലമാണ്. ആ കോൺഫിഡൻസ്, എനിക്ക് PR ഉണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഷോയെ വെറുത്തു പോവാണ്. കാരണം ഷോയുടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. നമ്മളിത് റിയാലിറ്റി ഷോയാണ്. ഇത് ചുമ്മാ കോമഡി സ്ക്രിപ്റ്റ് എടുത്ത് കോമഡി ഷോ അല്ല. ഒരു കോമഡി സ്കിറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു സീരിയൽ ആണെങ്കിലോ നമുക്കറിയാം അവർ അഭിനയിക്കുകയാണ്, അവരുടെ അഭിനയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതൊരു റിയാലിറ്റി, അതിനാണ് റിയാലിറ്റി എന്നുള്ളൊരു പേര്. ഒരു റിയാലിറ്റി ഷോയല്ല. അവിടെ നമ്മുടെ 100 ദിവസം നമ്മൾ സർവൈവ് ചെയ്യുക എന്നുള്ളത് നമ്മളവിടെ ജീവിക്കുവാണ്, അവിടെ അഭിനയിക്കുമല്ല. അവിടെ എല്ലാവരും ഇവിടെ ആദ്യം തൊട്ടേ കണ്ടസ്റ്റന്റിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം അവർ പറയുന്നത് കോണ്ടന്റ് കൊടുക്കുക. ഞാൻ പേയ്മെന്റ്, അനിമോള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പേയ്മെന്റ് വാങ്ങിക്കുന്നതിന് ഞാൻ അതിനനുസരിച്ച് കോണ്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന്. അയ്യേ, ഇതിപ്പോൾ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഇവരെ ഉൾക്കൊള്ളാൻ പറ്റുക? ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഞാൻ അനിമോളുടെ ഒരു ഫാൻസ് ആയിരുന്നു. ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ളവരില്ല. ഈ അനിമോൾ വരുന്നു, അനിമോളില്ലാതെ കോമഡി സ്റ്റാറിൽ കയറുന്നത്. പക്ഷെ എനിക്ക് അത്ര വലിയ ഇതൊന്നും തന്നെ. പക്ഷെ അതിനകത്തോട്ട് കയറിയപ്പോൾ ഞാനങ്ങ് ഫാനായി. പക്ഷേ ക്യാരക്ടർ അറിഞ്ഞു വന്നപ്പം, കാരണം ഒരാൾക്കാരെ ഇഷ്ടമില്ലെങ്കിൽ പുരുഷൻ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ അലിഗേഷൻ മതി. സ്ത്രീകൾ ഇന്നത്തെ നിയമം അതാണ്. 10 സെക്കൻഡ് പോലും ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ സ്ത്രീക്ക് എന്താ പറയണേ, അവർക്ക് കോടതിയിൽ പോകാനുള്ള അവകാശം കൊടുത്തിരിക്കുന്ന ഒരു നിയമമുള്ള നാടാണ്. കാരണം അത്രമാത്രം പുരുഷന്മാരെ ഇട്ട് ബേജാറാക്കുകയാണ് ഉള്ളത് പറയാലോ. കാരണം ഈ നാട്ടിൽ പുരുഷന്മാർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാനില്ല. കാരണം സ്ത്രീയുടെ ദേഹത്തൊന്ന് തട്ടിയാൽ അല്ലെങ്കിൽ അവരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണില്ലേ, നോക്കത്തില്ലേ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവിടെ ഈ പുരുഷന്മാരെ വളരെ മോശമായിട്ട് അക്ബറിന്റെ നോട്ടം ശരിയല്ല ആദ്യം കണ്ടുപിടിച്ചേ. അതിന് മുമ്പ് തന്നെ അഭിലാഷിനോട് ക്രഷ് തോന്നി, അഭിലാഷിനെ പ്രേമിക്കാമായിരുന്നു, അഭിലാഷ് കല്യാണം കഴിച്ചതുകൊണ്ടാണ്, അഭിലാഷ് സുന്ദരനാണ്, അപ്പോൾ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കി.
അതിനുശേഷം പിന്നെ ആ ഒരു ട്രാക്ക് പൊളിഞ്ഞപ്പോൾ ഇതൊക്കെ ജെനുവിനാണ് ഈ കുട്ടി, എനിക്കറിയത്തില്ല. അവർ ജെനുവിനാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ജെനുവിനാണോ എന്നെനിക്ക് ഫേക്ക് ആണോ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഗെയിമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇവരുടെ ഗെയിമാണെങ്കിൽ ഇത് വളരെ വൃത്തികെട്ട ഗെയിമാണ്. ഇതിന് നല്ല ഗെയിമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ അതാണ് ആരിൻ്റെ പ്രശ്നം. ആരും നോക്കുന്നു, ആരിന് ക്രഷുണ്ട്, പിന്നെ തിരിച്ചിപ്പോൾ ക്രഷുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആരിന് എന്നെ ഒരു നോട്ടമുണ്ട്. പിന്നെ അതേപോലെ ആരിൻ്റെ ജിസേലയും പുതപ്പിനടി അവർ വേറെ വല്ല പരിപാടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും ഏതെല്ലാം കണ്ണിൽ കൂടെ നോക്കാം അതെല്ലാം കണ്ണിൽ കൂടെ നോക്കുന്നു. പിന്നെ നിനക്ക് ജിസേലിൻ്റെ ഡ്രസ്സ് മോശമാണ്. പിന്നെ അതുപോലെ തന്നെ ബിൻസിയും അപ്പാനിയും തമ്മിൽ വേറെ ബന്ധമാണ്. അവർ തമ്മിൽ അത് ഇന്നലെ കൂടി പറഞ്ഞു, അവർ തമ്മിൽ ഉമ്മ വയ്ക്കുന്നു, അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു. അതൊക്കെ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന എന്താണ് പുറത്തേക്കുള്ള അവർക്ക് ഒരു സൈബർ അറ്റാക്ക്, അവർക്ക് ഫാമിലി ഉണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ ഇതെല്ലാം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുവാണ്. ഒരു ജനങ്ങളിലേക്ക് ഇത് ഇട്ടുകൊടുക്കുമല്ലേ. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഇതൊരു 72 ക്യാമറ ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന അനുമോൾക്കാണ്. ക്യാമറ നോക്കിയാണ് അനുമോൾ പലതും കാണിക്കുന്നത്. നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ അറിയാം. കിച്ചണിൽ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ലെഫ്റ്റിലോട്ട് നോക്കി കൊടുക്കുന്ന ആക്ഷൻസ് നമുക്കറിയാം. അപ്പോൾ പിന്നെ ഇത് എന്താണ് ഒരു പ്രത്യേകിച്ച് സ്ത്രീകളെ, എനിക്ക് ശൈത്യനെ കട്ടപ്പോ എന്ന് വിളിച്ചാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ശൈത്യ പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ട് തന്നെ വിളിച്ചു, അത് ഓക്കെ, അത് നമ്മളും അംഗീകരിച്ചു. നമ്മൾ അപ്പോഴൊക്കെ ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടതാണ്. പക്ഷേ അക്ബറിനെയൊന്നും അങ്ങനെ പറയാൻ പാടില്ല. അക്ബർക്ക് എന്നിട്ട് വളരെ മോശമായിട്ട് എന്നിട്ട് ഈ ആണുങ്ങളെയൊക്കെ അവർ പല്ല് തേക്കടാ കുളിക്കടാ, ഇതൊരു സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്, സമൂഹത്തിലേക്കാണ് പോണത്. അയാൾ ഒന്നാമത്തെ കാര്യം അയാൾ ഇനി കല്യാണ കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. എല്ലാം സെറ്റായി നിൽക്കാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ആൺപിള്ളേരെ സമൂഹത്തിലേക്ക് അങ്ങനെ ഇട്ടുകൊടുത്തു. പ്രത്യേകിച്ച് സ്ത്രീകളെയും ഇട്ടുകൊടുത്തു. അവർ സൈബർ അറ്റാക്ക് ഇവിടെ നേരിടുമല്ലേ. നമ്മൾ പറയുമ്പോൾ എന്നിട്ടും ഒരു സോറി പറയാനോ അതൊന്ന് തിരുത്താനോ ഒന്നും തയ്യാറായില്ല. രേണു വൃത്തിയില്ലാത്തവള് പേൻ നമ്മൾ അറിഞ്ഞു, നമ്മൾ കണ്ടോ, ലൈവിലും കണ്ട് എപ്പിസോഡിലും കണ്ട് പേൻ ഇവിടെ എല്ലാം പറക്കി ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ അതും അനുമോളാണ് പറഞ്ഞത്. നമ്മൾ പറയുമ്പോൾ ഇതെവിടെയാണ്, വീട്ടിനകത്ത് അടുക്കളയിൽ ഇരുന്നല്ല പറയുന്നത്, എന്ത് രഹസ്യം പറഞ്ഞാലും. പക്ഷെ തിരിച്ച് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ എല്ലാം നമ്മൾ പുറത്തിരുന്ന് അറിഞ്ഞു. അവർ കാണിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ലവ് സ്ട്രാറ്റജി, അവരുടെ കോംബോ പിടിക്കല്, അവർ മറ്റുള്ള ആണുങ്ങളോട് കാണിക്കുന്ന പിന്നെ ഒരു സിമ്പതി. എന്നിട്ട് അവർ മെനഞ്ഞാന്ന് പറയുന്നതായിട്ട് എനിക്ക് പുരുഷന്മാരുടെ മനസ്സ് മറ്റു സ്ത്രീകളെയും കാട്ടി കൂടുതൽ അറിയാൻ പറ്റുമെന്ന് ലൈവിൽ പറഞ്ഞ കാര്യമാണിത്. പുരുഷന്മാരുടെ മനസ്സാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുരുഷന്മാരെ ഇങ്ങനെ ക്യൂട്ട്നെസ് കാണിച്ചിട്ട് ലവ് ട്രാക്ക് പിടിക്കാമെന്ന് വിചാരിച്ചത്. അതല്ലേ ഇവിടെ സംഭവിച്ച അനീഷിന്റെ കാര്യത്തിൽ. അയാളൊരു സാധാരണക്കാരനാണ്, അയാൾക്ക് അഭിനയ വശമില്ല. കുറേ എണ്ണം ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് ഇട്ടേക്കുന്നത് അയാൾക്ക് 40 വയസ്സുണ്ട്, ഇവർക്ക് 30 വയസ്സേ ഉള്ളെന്ന്. 1995 മെയ് 20 ജനിച്ച ഒരു ഏപ്രിലിൽ ജനിച്ച വ്യക്തിക്ക് 30 ഇപ്പം 30.5 വയസ്സായി, 31ാമത്തെ വയസ്സാണ്. 1987 ജൂലൈയിൽ ജനിച്ച മനുഷ്യന് എത്ര വയസ്സുണ്ട്? 38 വയസ്സ്. അപ്പം 8 വയസ്സ് പോലും വ്യത്യാസമില്ല. 7 വയസ്സിനും 10 മാസത്തിനുള്ള വ്യത്യാസം. അതുപോട്ടെ, നമ്മൾ അയാളെ ഇവരെയും കൂടി കെട്ടിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമില്ല. കാരണം ഒരിക്കലും അനീഷിനെ ചേർന്ന ഒരു വ്യക്തി അല്ല അവർ ഫേക്ക്, അവർ ഭയങ്കര സെൽഫിഷാണ്. അതേ കണക്ക് ഫാമിലിക്ക് ചെയ്തു കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പ്രാവശ്യമാണ് വിളിച്ചു പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? വീട് വെച്ച് കൊടുത്ത്, ചേച്ചിക്ക് ഗവൺമെന്റ് ജോലിയാണ്, ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്ത്, ചേച്ചിയുടെ ഭർത്താവുണ്ട്, ചേച്ചിയുടെ കൊച്ചിന് ഫീസ് അടക്കണം, ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ഞാനാണ് ഗൈസ് ഇതെല്ലാം ചെയ്യുന്നത്. എൻ്റെ ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്ത്, എൻ്റെ അച്ഛന് സർജറി ഉണ്ട്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. എൻ്റെ ആരിനാട് വീടിൻ്റെ മുകളിലത്തെ നില കിട്ടിയത് ഞാനാണ്. അവിടെ റൂം കിട്ടി, പിന്നെ ഇപ്പുറത്ത് പഴയയിൽ 4 സെന്റ് വാങ്ങിച്ച് അവിടെ വീട് വെച്ച് കൊടുത്തു. ഈ ചേച്ചിക്കും ഭർത്താവിനും അവരെ വീട്ടുകാർക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ലേ? അല്ല, ഞാൻ അറിയാൻ ചോദിച്ചു പോകുന്നേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ, അല്ലിരുന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ചോദിക്കാമല്ലോ. അറിയാൻ ചോദിക്കുവാണ്. പിന്നെ അതിനൊക്കെ ജാതിക്കാർക്ക് ഈഴവ സമുദായത്തിൽപ്പെട്ട് വോട്ട് വാങ്ങിക്കുന്നു, വോട്ട് ചോദിക്കുകയാണ് പിന്നെ പുറത്തുള്ള ആൾക്കാർ. അപ്പോൾ അകത്തും പുറത്തും എല്ലാം അനുമോളൊരു വേണ്ടി ഒരു നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തിനാടെ ഇങ്ങനെയുള്ള ആവശ്യം? ഒരു PR വിനു എന്ന് പറയുന്നത് വന്നിട്ട് പിന്നെ എന്തുവാ ലോൺ എടുത്തതാണ്, വീട് ലോൺ വെച്ചതാണ്, കാറിൽ ലോൺ വെച്ചതാണ്, ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ പിന്നെ എന്താ പറയുക അതിൻ്റെ തെളിവ് പുറത്തു വിട്ടതെന്ന്. അവരെ ചേച്ചിക്ക് വീട് ലോൺ എടുത്തെങ്കിൽ നാട്ടുകാരായ ജനങ്ങൾ എന്താ വേണം? ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആരാണ് ഏറ്റവും നല്ലതായിട്ട് കളിച്ചിട്ടാണ് എല്ലാവരും വോട്ട് വാങ്ങിക്കുക? അവർ കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് കിട്ടട്ടെ. പക്ഷെ അവർ തന്നെ 1000 വട്ടം പറഞ്ഞു ഞാൻ PR കൊടുത്തിട്ടാണ് വന്നത്. ആ PR തന്നെ പുറത്തു വന്ന് പറഞ്ഞു ഞാനാണ് അനുമോളുടെ PR ഏറ്റെടുത്തിരിക്കുന്നതെന്ന്. അപ്പോഴേ ആ വ്യക്തി പിന്നെ ജയിച്ചാൽ ഈ ഷോയുടെ ക്രെഡിബിലിറ്റി എന്താവും?
ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ്. ആ റിയാലിറ്റി ഷോയിൽ വന്നിരുന്ന് പറയുവാണ് PR കൊടുത്തിട്ടാ വന്നേന്ന്. ആ PR പറയുകയാണ് ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വോട്ട് കിട്ടും, എത്ര വോട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി, 5000 എങ്കിൽ 5000, 1 ലക്ഷം എങ്കിൽ 1 ലക്ഷം, ഇത്ര വോട്ട് ഇത്ര രൂപയ്ക്ക് കിട്ടും. അതേത് രീതിയിലാണ്? ഞങ്ങൾക്ക് കുറേ സെറ്റ് ആമ്പിള്ളാരുണ്ട്, അവരെ വെച്ചിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ അടുത്ത് വോട്ട് ചെയ്യാൻ പറയും. വളരെ മോശം, വളരെ മോശം. ഷോ തന്നെ നാണം കെടുത്തി കളഞ്ഞു. ഷോ എന്ന് പറയുന്ന ഈ ഒരു റിയാലിറ്റി ഷോ തന്നെ നാണം കെടുത്തി കളഞ്ഞു. ഇവരുടെ ഈ ഇതിന്റെ അണിയറ പ്രവർത്തകരൊക്കെ കണ്ടാൽ മതിയായിരുന്നു. ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? അല്ലേ ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ? ഇവരെ ആര് ജയിച്ചാലും അനുമോള് ജയിക്കരുത്. കാരണം അത് നമ്മൾ ഒരു ഷോയുടെ എന്താ പറയുക, ഒരു നമ്മൾ എല്ലാത്തിനും ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്, എനിക്ക് എൻ്റെ സംസാരത്തിന് അതിന് എൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. എനിക്കൊരു ജെനുവിനാലിറ്റി ഉണ്ട്. ഞാൻ പറയുന്നത് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പം ഞാൻ നടത്തുന്നത് ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടുന്ന് വീഡിയോ ഇടുമ്പോൾ എന്നിലൊരു സത്യസന്ധതയുണ്ട്. എൻ്റെ സത്യസന്ധത ഇല്ലായ്മ ഞാൻ 10 ദിവസമൊക്കെ കള്ളം കാണിക്കാം, കുറേ ദിവസമൊക്കെ കള്ളം കാണിച്ചിരിക്കുന്ന നിൽക്കാം. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഞാൻ വക്കീലാണ്. അപ്പം ഞാൻ കള്ളം പറഞ്ഞ വക്കീലാണ്. ഞാൻ ഞാൻ പറയുന്നത് ഞാൻ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ 11 വർഷമായിട്ട് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്താണ്, ഞാനൊരു കലാകാരിയാണ്. ഞാൻ ഒരു സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാനിത് പറയുവാണ്. നിങ്ങൾ 10 ദിവസം കഴിയുമ്പോൾ ഇത് അല്ലെങ്കിൽ കണ്ടുപിടിക്കത്തില്ലേ? 10 ദിവസം കഴിയുമ്പോൾ എൻ്റെ കള്ളം പൊളിയത്തില്ലേ? ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഞാൻ വെറും ലോക്കൽ, ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത്, ഞാനിവിടെ അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ ഭയങ്കര ഷാരൂഖ് ഖാൻ്റെ കൂടെ സിനിമയിലൊക്കെ അഭിനയിച്ചു, എനിക്ക് എൻ്റെ 10 സിനിമയുണ്ട്, ഞാൻ ഭയങ്കര സിനിമാ നടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അന്വേഷിക്കത്തില്ല അവളെ വെറും കൂതര, അവളെ ബെഡ്റൂമിലിരുന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് സംസാരിക്കുന്ന ആളാ എന്നല്ലേ നിങ്ങൾ കണ്ടുപിടിക്കത്തില്ലേ? നമുക്കപ്പോൾ എന്നും കള്ളം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ പേഴ്സണാലിറ്റി പണയം വെക്കാതെ കളിക്കൂ. അവനവൻ്റെ വ്യക്തിത്വം പണയം വെക്കാതെ കളിക്കൂ. അത്യാവശ്യം കുറച്ചെങ്കിലും സത്യസന്ധത പുലർത്തി കളിക്കൂ. ഇനിയുള്ള കണ്ടസ്റ്റൻ്റ് ആയാലും നാളെ പോണവരായാലും ഈവൻ ഞാനായാലും മാന്യമായിട്ട് കളിക്കൂ. ഒരു വ്യക്തികളെയും വ്യക്തിഹത്യ ചെയ്യാതെ കളിക്കൂ. അവരുടെ ജീവിതത്തിനൊരു പ്രശ്നം ഉണ്ടാക്കാതെ കളിക്കൂ. അവരുടെയും കണ്ണിൽ കൂടെ കണ്ണുനീരാണ് ഒഴുകുന്നത്. ഒരാൾ കരഞ്ഞാൽ മാത്രമല്ല കരച്ചിൽ, കണ്ണുനീര്. ഏത് പെണ്ണ് കരഞ്ഞാലും ഏത് കാണ് കരഞ്ഞാലും അവരുടെ കണ്ണുനീരാണ് ഒഴുകുന്നത്. അതിന് എന്നാലും നമ്മൾ എന്താ പറയുക, അതിന് നമ്മളതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്നായാലും ദൈവത്തിൻ്റെ മുന്നിലായാലും ജനങ്ങളുടെ മുന്നിലായാലും നമ്മൾ കാണിക്കുന്ന തോന്നിവാസത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. അതിന് എത്ര വലിയ പുള്ളിയായാലും. അനീഷ് പണ്ട് പറഞ്ഞ കണക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങി വാ, ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയിൽ ചവിട്ടി നിൽക്ക്. നമ്മളെല്ലാം 6 അടി മണ്ണിൽ ഒടുങ്ങേണ്ട ആൾക്കാരാണ്. നാളെ ഇന്ന് ഈ ചിരിച്ച് കാണിക്കുന്ന ഈ സൗന്ദര്യം സാധനമൊന്നും നാളെ ഉണ്ടായിന്ന് വരില്ല. നാളെ നമ്മുടെ അവസ്ഥയൊന്നും അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറേ പണമെല്ലാം കൂട്ടി വെച്ച്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കുറേ പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വൃത്തികെട്ട കാര്യങ്ങൾ കാണിക്കാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ ലവ് ട്രാക്കിൽ ഉൾപ്പെടുത്തി, അയാളാണെങ്കിൽ അഭിനയ വശമില്ലാത്തതുകൊണ്ട് അയാൾ വിചാരിച്ചത് സത്യമായിരിക്കും. അല്ലെങ്കിൽ അയാൾ കൊടുത്ത പണിക്ക് അയാൾക്ക് 1000% വോട്ട് കൊടുക്കണം. കാരണം അവരുടെ ചീട്ട് കീറിയതാണ്. അയാൾ മനുഷ്യനല്ല, അയാൾ കാണുന്നുണ്ടാവും സകല ആണുങ്ങളുടെ അടുത്തും ലവ് ട്രാക്ക് പിടിക്കാൻ നടന്നത്. ഈവൻ പ്രവീണിൻ്റെ അടുത്ത്, ആരിൻ്റെ അടുത്ത് അഭിലാഷ് കല്യാണം കഴിച്ചത് പോയതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഇതാക്കി. പിന്നെ ആരെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ നമുക്കറിയത്തില്ല. അപ്പോൾ അത് അയാൾ കണ്ടോണ്ടിരിക്കുകയല്ല. അപ്പോൾ അയാളോട് ലവ് ട്രാക്ക് പിടിച്ചപ്പോൾ അയാൾ അവസാന നിമിഷം അയാൾ എക്സ്പോസ് ചെയ്യിച്ചതാണെങ്കിൽ ഞാൻ അയാളെ കൂടുതൽ ബഹുമാനിക്കുന്നു. അയാൾ ഇവരെ എക്സ്പോസ് ചെയ്യിച്ചതാണെങ്കിൽ, കാരണം വിവാഹം പ്രപ്പോസൽ അല്ലേ കൊടുത്തത്, പ്രണയിച്ച് നടക്കാനല്ല. അപ്പോൾ എന്താ മറുപടി പറയുന്നത്? അപ്പോൾ ജനങ്ങളിലേക്ക് എത്തുമല്ലോ. അങ്ങനെയാണെങ്കിൽ അയാൾ അസാധ്യ ഗെയിമർ, ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ടോപ്പ് കണ്ടസ്റ്റൻ്റാണ് അനീഷ്. അല്ല, ഒരു പാവപ്പെട്ട അയാളെ പറ്റിക്കാൻ വേണ്ടി അയാൾ അതിനകത്ത് കുടുങ്ങിപ്പോയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സത്യം. അതിൻ്റെ ഇന്നസെൻസ് ഞാൻ ഇഷ്ടപ്പെടുവാണ്. പക്ഷേ അല്ല, അയാൾ ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഇവരുടെ ലവ് ട്രാക്ക് കണ്ട് ഈ ലവിൽ മയങ്ങി എന്ന് വിചാരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ലവ് ട്രാക്ക് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ കൊടുക്കാൻ പറ്റിയ പണിയാണെങ്കിൽ ഒന്നും മക്കളെ അയാൾ പറയണ്ട. എനിക്കറിയില്ല, ഒന്നും അറിയില്ല. നമുക്ക് ഇറങ്ങി വരുമ്പോൾ ചോദിക്കാം. ഞാൻ എങ്ങനെങ്കിലും കണ്ടുപിടിക്കും. ഒരു ഇൻ്റർവ്യൂ ഞാൻ എങ്ങനെയെങ്കിലും തരപ്പെടുത്തും ഗൈസ്. എങ്ങനെയെങ്കിലും ഞാനൊരു ഇൻ്റർവ്യൂ തരപ്പെടുത്തും, ഉറപ്പാണ്. കാരണം നമ്മുടെ ഇൻസ്റ്റയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇൻബോക്സിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാം അല്ലേ? അപ്പോൾ എന്തായാലും
ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണം കെട്ട സീസൺ ആയിരുന്നു എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഫുള്ള് ഡ്രാമ, ഫേക്ക്, അതുപോലെ തന്നെ പി ആർ ആണ് ജയിക്കുന്നത്. ഇവിടെ കണ്ടസ്റ്റന്റുകളൊന്നുമില്ല, പി ആറും പ്രേക്ഷകരുമാണ്. പി ആറും പ്രേക്ഷകരും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. റിയൽ പ്രേക്ഷകരും ഇൻറ്റു പി ആറും. അപ്പോൾ അതിനകത്ത് ആര് ജയിക്കുമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് അവർക്ക് കണ്ണും കയ്യൊക്കെ ഉണ്ടല്ലോ, അവർക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒരു പി ആറിന്റെ ബലത്തിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ആ ഷോ എന്താവും, അടുത്ത വർഷങ്ങളിൽ ഈ ഷോയെ കുറിച്ച് ആൾക്കാർ എന്തായിരിക്കും അവലോകനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. ഇപ്പം നമുക്കിപ്പോൾ അനീഷ് 1 ആയാലും 2 ആയാലും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ ഈ 1 അനീഷ് അല്ല, അനിമോളാണ് ഈ കപ്പും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഈ അനിമോളുടെ വില എന്താണെന്ന് നമുക്കറിയാം സമൂഹത്തിൽ. ഈ കപ്പ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അനിമോൾ വേണ്ടാന്ന് പറയണം. കാരണം അത്രമാത്രം അനിമോള് തന്നെ ഈ ഷോയെ നശിപ്പിച്ച്, അനിമോള് തന്നെ ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിച്ച് കളഞ്ഞ്. ഈ ഇത്രയും വലിയ ഫാൻ ബേസും അയാൾക്ക് പിന്നെ ഇത്രയും ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനും ഒക്കെ ഉള്ളപ്പോൾ ഇത്രയും സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഇത്രയും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം കേട്ടോ. പിന്നെ മനീഷ് തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ അതുകൊണ്ടൊന്നും ഈ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഈ പോളിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, അതൊന്നും കറക്റ്റ് അല്ല. ഇതൊക്കെ ചുമ്മാതെ. ഇപ്പം തന്നെ നമ്മൾ ഈ പോള് കാണുന്നത്, നമ്മൾ പോയിട്ട് അതിലൊന്നും വോട്ട് ചെയ്യാൻ പോണില്ലല്ലോ. നമ്മളെന്താ അനീഷിന്റെ ഫ്രണ്ട്, അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ. ഞാൻ അമ്മമ്മക്ക് പോയിട്ട് അനീഷ് ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യാത്ത. കാരണം ഈ സമ്മർ ആയാലും ടോക്സ് ആയാലും ഒലിവ് ക്രിയേഷൻസ് ആയാലും ഞാൻ എല്ലാവരുടെയും വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇടുന്ന സാധനത്തിലൊന്നും ഗോൾഡൻ ഡയറീസ് ആയാലും നമ്മൾ ഇതൊന്നും പോയി നോക്കാറില്ല. നോക്കും, നമ്മളൊന്നും പോൾ ചെയ്യാറില്ല. എന്തിന്? ഫോർ വാട്ട്? അപ്പൊ ഈ ഒരു അൺഒഫീഷ്യൽ പോളിംഗ് ഇപ്പം അനിമോള് മുന്നിലാണ് എന്ന് പറയുന്നത് എന്ത്? പിന്നെ അത് കണക്ക് ഒരു ചാനലുണ്ട് ഗള്ളി ബ്രോ, അവർ കുറെ ചാനലിടും. അവർ ഏറ്റവും ഔട്ട് ആവണമെന്ന് പറയുന്നവരെല്ലാവരും അവർ മിക്കവാറും ഔട്ട് ആയിട്ടുണ്ടോ? ആരെങ്കിലും ഔട്ട് ആയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നില്ല ജിസേൽ ഔട്ട് ആവുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർ പറഞ്ഞു. അതേപോലെ തന്നെ ആരിന് ഔട്ട് ആവുന്ന അവർ പറഞ്ഞു. ആരിന് ഔട്ട് ആവുമെന്ന് ജസ്റ്റ് പറഞ്ഞു തോന്നുന്നത് വേറെ ചാനൽ. പിന്നെ അത് കണക്ക് വേറെ ഒരു അപ്പാനെ ഔട്ട് ആവുമെന്ന് പറഞ്ഞു. ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇവരെ അപ്പാനെയൊക്കെ 3-4 കിടക്കുന്ന പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് ആരും പറയുന്നത് വിശ്വസിക്കേണ്ട. കാരണം ഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് ഒരു വ്യക്തികൾക്കും കൊടുക്കില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷോ എന്തിനാണ് നടത്തുന്നത്? അവർ പറഞ്ഞേക്കുന്ന അഥവാ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞാൽ പോലും ഒരു ചാനലുകാരും ഇത് എക്സ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോളുകളോ കാര്യങ്ങളോ ഒന്നും ശരിയല്ല. നിങ്ങൾ പോയിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് ലൈവ് വോട്ടിംഗ് എടുക്കുക. ലൈവ് വോട്ട് കാണുമ്പോൾ അവിടെ വോട്ടെന്ന് എഴുതിയിട്ടുണ്ടോ അവിടെ ചെന്നിട്ട് ആർക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് കൊണ്ടുപോയി വോട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് വോട്ടിംഗ് സിസ്റ്റം. അപ്പോൾ അതിന് ഞാനിത് ഒരു അവലോകനം പറയാൻ എന്ന് വന്നത്. ഇന്നിപ്പോൾ ഒരു കോൺവെർസേഷൻ, അനിമോളുടെ ഒരു കോൺവെർസേഷൻ അവിടെ നിന്ന് ആരോടും ഇപ്പോൾ ഭയങ്കര നല്ല പുള്ള നന്മപരമാണ് കേട്ടോ. പിന്നെ ഈ ഒരു കണ്ടസ്റ്റന്റുകൾ ആരെയും ഒന്നും കുത്തി പറയരുത്. പിന്നെ അതുപോലെ ആർക്കും ഒന്നും ഇട്ട് കൊടുക്കരുത്. ഈ പുറത്തോട്ട് എല്ലാം ഇട്ട് കൊടുത്ത അനിമോൾ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമാണ്. അല്ലാണ്ട് അനീഷ് ആരെങ്കിലും പേഴ്സണലായിട്ട് ദ്രോഹിച്ചോ? ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അനീഷ് ആരെങ്കിലും പേഴ്സണലായിട്ട് ദ്രോഹിച്ചോ? ഒരാളെയും പേഴ്സണലായിട്ട് ദ്രോഹിച്ചില്ല. അനിമോൾ കപ്പടിച്ചാലും നെഗറ്റീവ് കപ്പാണത്. നെഗറ്റീവ് ഫെയിമിൽ പി ആറിന് കിട്ടിയ കപ്പാണ്. അല്ലാണ്ട് ഒരിക്കലും പോസിറ്റീവ് ഫെയിമിന് പി ആറിന് കിട്ടിയ കപ്പല്ല, അനിമോൾക്ക് കിട്ടിയ കപ്പല്ല. അതൊരിക്കലും എല്ലാപ്പോഴും നെഗറ്റീവ് ഫെയിമാണ്. കാരണം അന്യ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ കൂടെയുള്ള കണ്ടസ്റ്റന്റുകളെല്ലാം ദ്രോഹിച്ചുകൊണ്ട് അവരെ എല്ലാം സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തുകൊണ്ട് അവരുടെ എല്ലാം ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഈവൻ അക്ബർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ അപ്പാനേക്കും ബിൻസിക്ക് ഇനിയും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇന്നലെയും പറഞ്ഞു അവർ അങ്ങോട്ടിടും പോകുമ്പോൾ കെട്ടിപ്പിടിക്കാറുണ്ട്, അവർ ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത്, അതുപോലെ തന്നെ അവർ ഉമ്മ വയ്ക്കാറുണ്ട്. ഇതൊക്കെ എന്നൊന്നും ചെറിയ കാര്യമല്ല. ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് 2 പിള്ളേരുടെ അച്ഛനാണ്. ആ പെണ്ണും ഗർഭിണിയാണ്. അതാണ് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ്. പറയാം, നമ്മൾ എപ്പിസോഡിൽ കണ്ടതാണ്. അപ്പൊ ഇതേ കണക്കുള്ള ഒരു സ്ത്രീ, ഒരു ലേഡി അല്ലെങ്കിൽ ഒരു താരം, ഒരു സെലിബ്രിറ്റി താരം ജയിക്കുകയാണെങ്കിൽ ഇത് നെഗറ്റീവ് ഫെയിമും അതുപോലെ തന്നെ നെഗറ്റീവ് കളി കളിച്ച് ജയിച്ചു. പിന്നെ പി ആർ കളിച്ചു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പി ആറിന്റെ ബലത്തിൽ ജയിച്ചു. പി ആറിന്റെ ബലം കൊണ്ട് മാത്രം ജയിച്ച് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ജയിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു 99% എൻ്റെ കണക്കൂട്ടലും. ജയിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അനീഷ് കപ്പ് വാങ്ങിക്കും. ഇപ്പുറത്ത് അനിമോൾ നിൽക്കുന്ന പോലെ എനിക്ക് ഉറപ്പില്ല. ഈ അക്ബർ ആയിരിക്കും എന്നുള്ളതും എനിക്ക് അങ്ങനെ തോന്നുന്നു. എൻ്റെ ഒരു പ്രഡിക്ഷനാണ് കേട്ടോ. 1ഉം 2ഉം അക്ബറും അനീഷും വരും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ തോന്നൽ ഞാൻ പറയുകയാണ്. കാരണം അവർക്കുമൊക്കെ ഈ ഷോ നടത്തുന്നവർക്കും ഒരു ഇതൊക്കെ ഇല്ലേ, വോട്ടിംഗ് ഓക്കെയാണ്. പക്ഷെ എന്നാൽ പോലും അനീഷാണ് ഏറ്റവും കൂടുതൽ വോട്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ 2 കയ്യിൽ അപ്പുറത്തും ഇപ്പുറത്തും അനീഷും അക്ബറുമാണോ എന്നുള്ളത് എനിക്ക് ഇന്നലെ മുതലൊരു എനിക്കാണെങ്കിൽ ഈ എന്താ പറയുക 6th സെൻസ് പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. സൈക്കോളജിയൊക്കെ പഠിച്ചതുകൊണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു തോന്നലാണ്. ചിലപ്പോൾ അല്ലായിരിക്കാം. പക്ഷെ എന്നാലും എനിക്കൊരു തോന്നൽ അക്ബർ ആവുമോ എന്നുള്ളത്. എന്താണെന്ന് അറിയില്ല. എന്തെങ്കിലും നോക്കാം. ചിലപ്പോൾ അനിമോൾ തന്നെ ആയിരിക്കാം ഒന്ന്, ചിലപ്പോൾ അനീഷ് ആയിരിക്കാം ഒന്ന്, എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ. പക്ഷെ ഇതൊരു ഒരു വൃത്തികെട്ട
ഒരു സീസൺ ആയിരുന്നു. അടുത്ത വർഷങ്ങളിലെങ്കിലും ഇതേപോലെയുള്ള PR-കളെല്ലാം നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. മാക്സിമം സെലിബ്രിറ്റീസിനെ കൊണ്ടുവരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. ഇവർ കുറേ ഫെയിമും കൊണ്ടുവരും, എന്നിട്ട് കുറച്ച് PR-നെയും കൊടുക്കും, കുറച്ച് ആൾക്കാർക്ക് ഇതൊക്കെ കാശുണ്ട്. സാധാരണക്കാരിൽ നിന്ന് അനീഷ് പറഞ്ഞ പോലെ ഒരു 4-5 ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ വിളിയടേ, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ 4-5 പേരെ 5-6 പേരെ ഞങ്ങളെ എടുക്ക്. നമ്മളൊക്കെ എങ്ങനെ ഗെയിം കളിക്കണമെന്ന് അറിയാമല്ലോ, എങ്ങനെയാണ് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്. സെലിബ്രിറ്റികളെ മാത്രം എടുക്കാതെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ എടുക്ക്. ഓക്കെ, നമ്മളെ അയച്ചെങ്കിലും എടുക്കത്തില്ല. ഞാൻ ഇവിടെ നിന്ന് കുത്തിയിരുന്ന് എൻ്റെ റൂമിലിരുന്ന് എടുക്കടേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം സത്യം ചിരി. അപ്പോൾ നമ്മൾ അല്ല, ഞാൻ വേറൊന്നും കൊണ്ടല്ല, നമുക്കിത് കാണുമ്പോൾ ഒരു ഷോയുടെ ഒരു നിലവാര തകർച്ചയിലേക്ക് പോയി എന്നുള്ളതാണ്. അവർ മാക്സിമം നോക്കി ഈ ഷോ നന്നായിട്ട് കൊണ്ടുപോകാൻ, അവർ മാക്സിമം നോക്കി. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ ഈ അനിമോളാണ് കാരണക്കാരി. PR എടുത്തിട്ടത് അനിമോളാണ്. ഇത്രയും PR പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അനിമോളാണ്. ചില ആൾക്കാർ പറയും അതൊരു കണ്ടന്റ് അല്ലേ. ഇത് കണ്ടന്റ് അല്ല, അത് ഷോയുടെ നിലവാരം തകർച്ചയായി കഴിഞ്ഞാൽ. ഒരു ഷോ എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഈ ഷോ നടത്തിക്കൊണ്ടുവന്നത്. ജനങ്ങളാണ് ഇതിന്റെ അവസാനത്തെ വിധികർത്താക്കൾ. അപ്പോൾ ആ ജനങ്ങൾ വിധികർത്താക്കളാവുന്ന ഈ ഷോയിൽ ഇതേപോലെ മാനിപ്പുലേഷൻ, ഇതേപോലെ പ്രശ്നങ്ങൾ വന്നാൽ, ഇതുപോലെ എന്താ പറയുന്നത് എന്നെ ഇതുപോലെ ഒരു കൊള്ള ഇതൊക്കെ പറയും. ഇതേപോലെയുള്ള ജനങ്ങളെ കൊണ്ട് വോട്ട്, വേറെ ആൾക്കാരെ കൊണ്ട് കാശ് കൊടുപ്പിച്ച് നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ നടത്തുന്നത്, കാശ് കൊടുപ്പിച്ച് വോട്ട് ചെയ്താൽ എന്തായിരിക്കും, അവരെ ബാൻ ചെയ്യത്തില്ലേ? അതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ഭാവിയിൽ ബിഗ് ബോസ് നടപടി സ്വീകരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഈ പ്രാവശ്യം ആവാം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അടിച്ച് പുറത്താക്കണമെന്ന്. PR ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അനിമോളെ പുറത്താക്കണമായിരുന്നു. ഇവർ ടോപ്പ് 5 പോലും യാതൊരു തരത്തിലും വരരുതായിരുന്നു. എത്ര പേരെ കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, ആരിനെ അവിടെ നിർത്തിക്കൂടായിരുന്നു? ആരും നന്നായിട്ട് കളിച്ചില്ലേ? അനിമോളെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ആരിനെ അവിടെ നിർത്തണമായിരുന്നു. അപ്പോൾ കോമ്പറ്റീഷൻ നന്നായിട്ട് വന്നേനെ. അതുപോലെ ജിസേലിനെ എന്തിനാണ് എടുത്ത് കളഞ്ഞത്? ജിസേൽ നല്ല കണ്ടസ്റ്റന്റ് അല്ല, ജിസേലിനെ അവിടെ നിർത്തണമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരുപാട് നേരം ലെങ്ത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചുമ്മാ വെറുതെ ഒരു കാഷ്വൽ ടോക്കിന് വന്നതാണ് ഗൈസ്. വെറുതെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് എപ്പോഴും നിങ്ങൾ എൻ്റെ മുഖം കാണുന്നില്ലേ, അപ്പോൾ എൻ്റെ ഈ വൃത്തികെട്ട മുഖമൊക്കെ നിങ്ങളൊന്ന് കാണട്ടെ, നിങ്ങൾ എന്നെ വെറുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വരാം. വീണ്ടും ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം ഗൈസ്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, ഞാൻ ഇപ്പോൾ ലൈവ് നമ്മുടെ ബാക്കിൽ, എൻ്റെ ബാക്കിൽ കാണുന്ന ലൈവാണ്. അപ്പോൾ ലൈവിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ.